ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ സാധാരണ പൊടി തരിക്കുന്ന സമയത്ത് അഥവാ നമ്മുടെ മൈദപ്പൊടി ആകട്ടെ ആട്ട സൂചി എന്തായാലും നമ്മൾ തരിച്ചിട്ടാണ് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് അതിൽ പ്രാണികളുടെ ചെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണില്ല, അതുകൊണ്ട് തരിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. സാധാരണഗതിയിൽ നമ്മൾ തരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു തരിപ്പയാണ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും അല്ലേ. ഈ ഒരു തരിപ്പയിൽ തരിക്കുന്ന സമയത്ത് എത്ര വലിയ പാത്രം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും ഇത് തരിക്കുന്നത് തീർച്ചയായും നമ്മുടെ ഈ ഒരു ടൈലിൻ്റെ ഭാഗത്ത് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിലൊക്കെ തീർച്ചയായും ആവാറുണ്ട്. അപ്പോൾ നമുക്ക് ആവാതിരിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി ഞാനിതാ ഈ ഒരു ഗ്ലാസ്സിലാണ് ഇപ്പോൾ പൊടി എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ ഈ അരിപ്പയിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ഈ ഒരു ജ്യൂസൊക്കെ അടയ്ക്കുന്ന ആ ഒരു അരിപ്പയിലാണ്. അപ്പോൾ നമുക്ക് അത്രയും പെർഫെക്ഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ അരിപ്പയിൽ എനിക്കത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഒരു വലിയ അരിപ്പയിൽ അത് പറ്റില്ല എന്നതാണ് ആ ഒരു കമ്പയറിംഗാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായി ഞാൻ ചെയ്യുന്നത്, അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതിനുശേഷം ഇതുപോലെ വെക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുക്കുക. കമഴ്ത്തി കുറച്ച് നമ്മൾ ഈ ഗ്ലാസ് കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾ ലൈവായി കാണുമ്പോൾ ഉണ്ടാവും ഒരല്പം പൊടി പോലും പുറത്തേക്ക് ആവുന്നില്ല. അതേ സ്ഥാനത്ത് നമ്മൾ ആ വലിയ അരിപ്പട്ട് ധരിക്കുന്ന സമയത്ത് ഒരുപാട് പൊടി പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ കണ്ടോ, ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ നിങ്ങൾക്ക് ഒരല്പം പൊടി പോലെ ഈ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ പോലും ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഭാഗത്ത് വരുന്നത് മാത്രമാണ് ഇതിലേക്ക് ആയിട്ടുള്ളത്. കേട്ടോ, ഇതുപോലെ അരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു വളരെ എളുപ്പവുമായിരിക്കും അരിപ്പ കൊണ്ട് അരിക്കാൻ. എത്ര സ്പീഡിൽ അരിച്ചാലും കണ്ടോ നമുക്ക് ഒരല്പം പോലും പുറത്ത് പോകില്ല. കണ്ടോ, ലാസ്റ്റിലത്തെ നമുക്കിത് ഇതുപോലെ ഇത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. എത്ര പൊടി ഉണ്ടെങ്കിലും ഒരു ഗ്ലാസ്സിലാക്കിയതിന് ശേഷം ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് പറയുന്നത്, നമ്മൾ മൈദപ്പൊടി ആകട്ടെ ആട്ടപ്പൊടി ആകട്ടെ ഏത് പൊടിയാകട്ടെ നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് ഒരുപാട് നാളൊക്കെ നമ്മൾ ഒരു പാത്രത്തിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ, ടിന്നിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പ്രാണി ചെള്ള് പൂപ്പലൊക്കെ വരാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. അപ്പോൾ അതിനെ പറ്റിയെന്ന് പറയുന്നത് നമ്മുടെ ഉപ്പാണ് കേട്ടോ. ഒരല്പം ഉപ്പുപൊടി ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മൈദപ്പൊടി ആവട്ടെ ഏത് പൊടിയാകട്ടെ നമ്മൾ അതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് കുറേ കാലം വരെ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് തീർച്ചയായും അറിഞ്ഞിരിക്കുക. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്ന സമയത്തൊക്കെ ഇതുപോലെ ടിൻ ഐറ്റംസ് ആയിട്ട് ടിന്നോട് കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും ടിന്നിൽ അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് പ്രാണികളും ചെള്ളും പൂപ്പലും അത്ര പെട്ടെന്ന് കയറില്ല, കേടാവുകയില്ല കേട്ടോ. അപ്പോൾ ഈ ടിപ്പൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു ടിപ്പുമായി കാണാം.